കാനത്തിന്റെ ഓർമ്മ പങ്കുവയ്ക്കാൻ ഒത്തുചേർന്ന് നേതാക്കളുടെ സ്നേഹ സായന്തനം. കനലോർമ്മ കാനം എന്ന പേരിൽ CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്തായിരുന്നു പരിപാടി. ഇന്ന് കാനം ഓർമ്മയായിട്ട് ഒരാണ്ട്. കാനം രാജേന്ദ്രനെ വിദ്യാർത്ഥി നേതാവായി വളർത്തിയ കോട്ടയം ബെസിലിയസ് കോളേജ് അങ്കണത്തിലാണ് ഓർമ്മ പുതുക്കാൻ രാഷ്ട്രീയത്തിനതീതമായി പ്രിയപ്പെട്ടവർ ഒത്തുചേർന്നത്. വാർദ്ധക്യത്തിൻ്റെ അവശത മറന്ന് വിപ്ലവ ഗായിക PK മേദിനിയും പ്രിയ നേതാവിൻ്റെ അനുസ്മരണത്തിനായി എത്തി ഗാനം ആലപിച്ചു. സത്യം ലക്ഷ്യമാതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിൽ നീടട്ടെ. കാനത്തിന്റെ സഹപാഠിയും ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനുമായ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യാതിഥിയായിരുന്നു. ബഹുമാനപ്പെട്ട കാനം രാജേന്ദ്രനെ കുറിച്ച് എനിക്ക് ഉള്ള ഓർമ്മ, അത് കുട്ടിക്കാലത്തായിരുന്നാലും എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോഴും എപ്പോഴും അദ്ദേഹം എപ്പോഴും സത്യം സംസാരിക്കുന്ന ഒരാളാണ്. അതെനിക്ക് വളരെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കളവ് സംസാരിക്കുകയില്ല. മുതിർന്ന CPIM നേതാവ് വൈക്കം ബിഷനും അവശതകൾ മറന്ന് കാനം അനുസ്മരണത്തിനെത്തി. കേരളത്തിൻ്റെ സമൂഹത്തിലെ ഇടതുപക്ഷ മുഖവുമായി ശബ്ദവും ശക്തിയുമായി ഉയർന്നു വരാൻ കഴിയുന്നത് തന്നെയാണ് കാനത്തിൻ്റെ കരുത്തായി നിൽക്കുന്നത്. കാനത്തിൻ്റെ ഓർമ്മകൾ കോട്ടയത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇടതുപക്ഷ ശക്തികളുടെ കരുത്തെങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. മന്ത്രി GR അനിൽ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ, MP-മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, MLA-മാർ, സിനിമാ സംവിധായകൻ വിനയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അനുസ്മരണത്തിനായി എത്തി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.